വീക്ഷകരെ, നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടി വിദ്യാലയത്തിൽ തികഞ്ഞ മിടുക്കനല്ലായിരുന്നിട്ടും ലോകത്തെ തന്നെ മാറ്റിമറിച്ച ഒരു സാങ്കേതിക വിപ്ലവത്തിന് നേതൃത്വം നൽകും എന്ന്? കേട്ടാൽ വിശ്വസിക്കാൻ പറ്റില്ല, എന്നാൽ ഇത് യഥാർത്ഥ കഥയാണ്. ഇന്ന് നമ്മൾ പറയാനിരിക്കുന്ന ഈ കഥ ഒരു കുഞ്ഞു ഗാരേജിൽ നിന്ന് ആരംഭിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക കമ്പനികളിൽ ഒന്നായി വളർന്ന അത്യന്തം പ്രചോദനം നിറഞ്ഞ യാത്രയുടേതാണ്. 1975 അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ഒരു ദമ്പതികൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചു. പക്ഷേ ആ കുഞ്ഞ് തങ്ങളുടെ വകയാവില്ലെന്ന് അവർ തീരുമാനിച്ചു. അവൻ ജനിച്ച ഉടൻ തന്നെ മറ്റൊരു കുടുംബം അവനെ ദത്തെടുത്ത് സ്വന്തം മകനായി വളർത്തി. ആ കുഞ്ഞ് ആരായിരുന്നുവെന്ന് നിങ്ങൾ വീഡിയോയുടെ അവസാനം അറിയാം, അതിനാൽ ചാനൽ മാറ്റാതെ തുടർന്നിരിക്കൂ. കുട്ടിക്കാലം അത്ര രസകരമായിരുന്നില്ല. പാഠപുസ്തകങ്ങളിൽ വലിയ താൽപര്യം ഇല്ലാത്ത കുട്ടി, പഠനത്തിൽ ഉജ്ജ്വലനായിരുന്നില്ല. എന്നാൽ എന്തായാലും എന്തെങ്കിലും നന്നായി മനസ്സിലാക്കാൻ ആഗ്രഹിച്ചാൽ അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചു പഠിക്കേണ്ടതുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ബോർഡ് പരീക്ഷകളിലും സർഗാത്മക ചിന്തകളിലും അത്ര മുന്നിട്ടു നിൽക്കാത്ത ഒരു കുട്ടി തന്റെ ഇടവേളകളിൽ മറ്റൊരു വിധം ചിന്തിച്ചിരുന്നു. സാധാരണ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടി വസ്തുക്കളെ അഴിച്ചുവയ്ക്കുകയും കൃത്യമായ രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു. കാലം കടന്നുപോകുമ്പോൾ അവന്റെ സാങ്കേതികതയോടുള്ള താൽപര്യം ക്രമാതീതമായി വർദ്ധിച്ചു. വിദ്യാലയ പഠനം അവന്റെ മനസ്സിനെ അത്ര സന്തുഷ്ടമാക്കുന്നില്ല. ഒരു കാരണവശാൽ അവൻ കോളേജും താൽക്കാലികമായി ഉപേക്ഷിച്ചു. ഈ തീരുമാനം ഒരിക്കലും ഭയക്കേണ്ടതില്ല, കാരണം ജീവിതത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ടെന്ന് അവൻ മനസ്സിലാക്കുകയായിരുന്നു. അവന്റെ മനസ്സിൽ ഒരിക്കലും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല, ഒരു പുതിയ സാങ്കേതിക യന്ത്രം നിർമ്മിക്കണമെന്നത്. ഇത് സാധാരണക്കാർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലുള്ളത് ആയിരിക്കണം. അതിനായി അവൻ തന്റെ അടുത്ത സുഹൃത്തായ വോസിനോട് ചേർന്ന് ചിന്തിച്ചു. ഇരുവരും ചേർന്ന് ഒരു പുതിയ കമ്പ്യൂട്ടർ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. എന്നാൽ വലിയ ചലഞ്ച് ഒന്നുണ്ട്. ഒരു സ്ഥാപനമോ വലിയ സാമ്പത്തിക സഹായമോ ഇല്ലാതെ എങ്ങനെയാണ് കമ്പ്യൂട്ടർ നിർമ്മിക്കുക? പലരും കരുതി ഈ ആലോചന സാധ്യമല്ല. പക്ഷേ അവർ ആലോചനയിൽ നിന്നിറങ്ങി കർശനമായി പ്രവർത്തിക്കാൻ തുടങ്ങി. അതിനായി അവർ ഉപയോഗിച്ചത് ഒരു ചെറിയ ഗാരേജാണ്. അതിന്റെ കെട്ടിടം ചെറുതായിരിക്കും, പക്ഷേ അവിടെ ഉണ്ടാക്കിയ ആ ആശയങ്ങൾ അത്യുന്നതമായിരുന്നു. ഒന്നാം ഘട്ടം വിജയിച്ചതോടെ ഒരു ചെറിയ കമ്പ്യൂട്ടർ നിർമ്മിക്കാനും അവർക്കായി. എന്നാൽ മറ്റൊരു പ്രശ്നം അവരെ കാത്തിരുന്നു. ഈ കണ്ടുപിടുത്തം ആരും പരിഗണിച്ചില്ല. ആദ്യഘട്ടത്തിൽ ഈ ഉൽപ്പന്നത്തിന് വിപണിയിൽ സ്വീകരണമൊന്നുമുണ്ടായില്ല. എന്നാൽ അതിനൊടുവിൽ അവർക്കായി ഒരു നിക്ഷേപകനെത്തി. അദ്ദേഹം ഈ കണ്ടുപിടുത്തത്തിൽ വലിയ വിശ്വാസം വെച്ചു. അവന്റെ സഹായത്തോടെ ആ കമ്പ്യൂട്ടർ വിപണിയിലെത്തിച്ചു. ഈ ചെറു കമ്പനിയുടെ പേരാണ് പിന്നീട് ലോകം മുഴുവൻ അറിയുന്നത്. വർഷങ്ങൾക്കിപ്പുറം ഈ ചെറു കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക കമ്പനികളിലൊന്നായി മാറി. പക്ഷേ അതിനിടയിൽ മറ്റൊരു ഞെട്ടിക്കുന്ന സംഭവം നടന്നു. ആ കമ്പനി ആരംഭിച്ച വ്യക്തിയെ തന്നെ അതിൽ നിന്ന് പുറത്താക്കി. സ്വന്തം സ്വപ്നം സാക്ഷാത്കരിച്ച കമ്പനിയിലേക്കുള്ള അവന്റെ പ്രവേശനം അവസാനിപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യനായി ഈ സംഭവം അവനെ തകർത്തതായിരിക്കും. പക്ഷേ ഒരിക്കലും പിന്നോട്ടില്ല, ഒരിക്കലും പിന്മാറില്ല. ഇതാണ് അവന്റെ ചിന്താധാര. അവൻ വീണ്ടും ശക്തമായി ഉയർന്നു. പുതിയ ഒരു സംരംഭം ആരംഭിച്ചു. ഈ പുതിയ സംരംഭം ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയുമായി വീണ്ടും വിപണിയിലെത്തിച്ചപ്പോൾ ലോകം അത്ഭുതപ്പെട്ടു. ഈ പുതിയ കണ്ടുപിടുത്തം തന്നെ ഇന്നത്തെ സ്മാർട്ട് ഫോൺ വിപ്ലവത്തിന് തുടക്കം കുറിച്ചു. വർഷങ്ങൾക്കിപ്പുറം ലോകം കണ്ട ഏറ്റവും വലിയ തിരിച്ചുവരവിലൊന്നാണ് സംഭവിച്ചത്. അവനെ നേരത്തെ പുറത്താക്കിയ കമ്പനി അവനെ തിരികെ വിളിച്ചു. അവൻ തിരിച്ചെത്തി. എന്നാൽ വെറും തിരിച്ചുവരവല്ല, ലോകത്തെ തന്നെ മാറ്റിമറിച്ച 3 ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ചു. അതിന്റെ ഫലമായി ഇന്നത്തെ സാങ്കേതിക ലോകം അക്ഷരാർത്ഥത്തിൽ നവീകരിച്ചു. ഈ കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? ജീവിതത്തിൽ പലതും സംഭവിച്ചേക്കാം. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചതുപോലെ പോകാതിരിക്കാം. ചിലപ്പോൾ നമ്മെ നമ്മളെന്ന പോലെ കാണാതെ തള്ളിപ്പറയാം. പക്ഷേ ഒരിക്കലും പിന്മാറരുത്. ഒരിക്കലും തോൽക്കാൻ അനുവദിക്കരുത്. ഒരു ദിവസമെങ്കിലും നമ്മളെ മറക്കാതെ ലോകം ഓർക്കുന്ന ഒരു നാൾ വരും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പറയേണ്ടത് ഒരു പേര് മാത്രം. അത് മറ്റാരുമല്ല, ഈ കഥയിൽ പറഞ്ഞ വ്യക്തി. അതാണ് സ്റ്റീവ് ജോബ്സ്.